ഒരു ഗ്രാമത്തിൽ ഒരു ഭീകര നദി. ആ നദി കടക്കാൻ ശ്രമിച്ച ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് പരാജയം മാത്രമായിരുന്നു. അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ നദി കടക്കാൻ സാധ്യമായിരുന്നില്ല. പലവട്ടം ആ ഗ്രാമത്തിലെ ആളുകൾ ആ ഒരു നദിക്ക് കുറുകെയായി കുറേയധികം പാലങ്ങൾ പണിയാൻ ആരംഭിച്ചു. എന്നാൽ ആർക്കും തന്നെ അത് പണിയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഓരോ രാത്രി കഴിയുമ്പോഴേക്കും ആ ഒരു പാലം തകർന്നു വീഴുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു രാത്രി അങ്ങോട്ടൊരു പുരുഷൻ വന്നത്. ഒത്ത ഉയരം, കുറച്ച് തടിച്ച ശരീരം, വെളുത്ത് സുന്ദരനായ ഒരു യുവാവ്. ആ യുവാവ് പറഞ്ഞു, ഞാൻ ഈ പാലം ഒരു രാത്രിയിൽ പണിയും, പക്ഷേ ആദ്യം ഇത് കടക്കുന്ന ജീവന്റെ ആത്മാവ് എനിക്ക് വേണം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ രാത്രി നിങ്ങളുടെ കുടിലിലേക്ക് പോയിക്കൊള്ളും. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പാലം കാണാമെന്നും ആ ഒരു യുവാവ് വാക്കുകൊടുത്തു. അങ്ങനെ അന്ന് രാത്രി അവിടുത്തെ ഗ്രാമവാസികൾ മുഴുവൻ അവരുടെ കുടിലുകളിലേക്ക് തിരികെ പോയി. അടുത്ത ദിവസം അവർ എത്തിയപ്പോൾ കണ്ട കാഴ്ച പൂർണ്ണമായി കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പാലം ആ നദിക്ക് മുകളിൽ ഭംഗിയായി നിലകൊള്ളുന്നു. പക്ഷേ ഗ്രാമവാസികൾക്ക് ആ അന്യൻ ആരാണെന്ന് ആ ഒരു സമയത്ത് മനസ്സിലായി. അതൊരു മനുഷ്യനല്ല, മറിച്ച് ഏതോ ഒരു പിശാചാണ് മുന്നിൽ നിൽക്കുന്നതെന്ന ബോധ്യം അവർക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലായി. അങ്ങനെ ആ ഗ്രാമവിശ്വാസികൾ എല്ലാവരും ചേർന്ന് ഒരു തന്ത്രം ആലോചിച്ചു. ആദ്യം പാലം കടക്കാനായി അവർ ഒരു മനുഷ്യനെ അയച്ചില്ല, പകരം ഒരു നായയെ അവർ ആ പാലം കടക്കാനായി അയച്ചു. നായ പാലം കടന്ന ഉടനെ ആ അന്യൻ ഭയങ്കര കോപത്തിൽ കത്തിച്ചൊലിച്ച് നാട്ടുകാരെ ശപിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ പാലത്തിന് മുകളിലൂടെ പോകാൻ സാധ്യമല്ല, എന്നേക്കുമായി ഈ ഒരു പാലം ഞാൻ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ജർമ്മനിയിൽ ഈ ഒരു ഡെവിൾസ് ബ്രിഡ്ജിന് മുകളിലൂടെ ആർക്കും തന്നെ കടക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നത് ഒരു ഹോണ്ടഡ് പ്ലേസ് ആയി അവിടുത്തെ ഗവൺമെന്റ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതിനെ അവർ വിളിക്കുന്നത് ഡെവിൾസ് ബ്രിഡ്ജ് എന്നാണ്.